കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തിയിട്ടുണ്ട്. പ്രതിഷേധം ഭയന്ന് അതിരാവിലെ തന്നെ മന്ത്രി തലയോലപ്പറമ്പിലെ വീട്ടിലെത്തുകയായിരുന്നു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രി തലയോലപ്പറമ്പിൽ മെഡിക്കൽ കോളേജിലെ കെട്ടിടം വീണ് മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ബന്ധുക്കളെ, അച്ഛനെയും അമ്മയെയും ഒക്കെ ആശ്വസിപ്പിക്കാൻ മന്ത്രി എത്തിയിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും എല്ലാവരെയും ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രതിഷേധമെല്ലാം ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് 7:30 മന്ത്രി വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ദാരുണമായി മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തിയത്. തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിയ ബന്ധുക്കളെ കണ്ട് ഉടൻ തന്നെ മടങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സർക്കാർ പ്രതിനിധികൾ ആരും ബന്ധുക്കളെ കണ്ടില്ലെന്നും അവരെ അവഗണിച്ചുവെന്നും ബന്ധുക്കളെല്ലാം രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള വിമർശനം, പ്രതിഷേധം വ്യാപകമായി കേരളത്തിലെമ്പാടും ഉയരുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രി VN വാസവൻ എത്തി മടങ്ങിയത്. പക്ഷേ VN വാസവൻ എത്തിയപ്പോഴും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിരാവിലെ മന്ത്രി വീണ ജോർജ് എത്തി മടങ്ങിയിരിക്കുകയാണ്. സർക്കാർ ഒപ്പമുണ്ടെന്ന് വീണ ജോർജ് ഭർത്താവ്, അതായത് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനോട് പറഞ്ഞിരിക്കുകയാണ്. എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ഉണ്ടാവും, തങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നു. മകന്റെ ജോലിയും മകളുടെ ചികിത്സയും സാമ്പത്തിക സഹായം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുന്നു. അതുമായിട്ടുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രി തന്നെ വൈകാതെ തന്നെ നടത്തുമെന്ന് വീണ ജോർജ് ബന്ധുക്കളെ അറിയിച്ചു. ഇക്കാര്യം ഒപ്പം തന്നെ ചികിത്സയുടെ ഭാഗമായി കഴിയുന്ന മകൾ നവമി കഴിയുന്ന തൊട്ടടുത്ത വീട്ടിലെത്തിയും നവമിയുമായും കണ്ട് വീണ ജോർജ് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് കാര്യങ്ങളാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ഇത് സംബന്ധിച്ച് വീണ ജോർജിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ജോലി ആയി ബന്ധപ്പെട്ട കാര്യമാണ്. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ മന്ത്രിയോട് നേരിട്ട് പറഞ്ഞു, മെഡിക്കൽ കോളേജിലെ ജോലി വേണ്ട, കാരണം അമ്മ മരിച്ച സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാൻ മകന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ടുള്ള ജോലി ആയിട്ട് വരരുത്, താൽക്കാലികമായിട്ടുള്ള ജോലി വേണ്ട, സ്ഥിര ജോലി ലഭിക്കണം. ഒപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലല്ലാതെ മറ്റേതെങ്കിലും ഇടത്ത് സർക്കാർ ജോലി ലഭ്യമാക്കണമെന്നാണ് ഇപ്പോൾ വിശ്രുതൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം പരിഗണിക്കുമെന്ന് തന്നെ വീണ ജോർജ് വിശ്രുതന്, ഈ ഭർത്താവിന് ഉറപ്പ് നൽകിയിട്ടാണ് മടങ്ങിയത്. ഇവരുടെ അമ്മയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം തന്നെ തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കേട്ടു. വിശ്രുതൻ പറയുന്നത്, വൈകിയതിൽ ഇപ്പോൾ പരിഭവമില്ല, നേരത്തെ വരുമെന്ന് അറിയിച്ചിരുന്നു, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് വൈകിയത് എന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു വിമർശനം ഇപ്പോൾ ബന്ധുക്കൾക്കില്ല എന്നിപ്പോൾ വിശ്രുതൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 15 മിനിറ്റിൽ കൂടുതൽ സമയം വീണ ജോർജ് അവിടെ ചിലവഴിച്ചിട്ടില്ല. എത്തിയ ഉടനെ തന്നെ ഈ രണ്ട് വീടുകൾ, തൊട്ടടുത്ത 2 വീടുകളിലാണ് ബന്ധുക്കളും ചികിത്സയിലിരിക്കുന്ന മകളും കഴിയുന്നത്. ഇവർ രണ്ടിടത്തും എത്തി ഉടൻ തന്നെ കണ്ട് മടങ്ങുകയാണ് ചെയ്തത്. അതെ, മരിച്ച ശേഷമോ അല്ലെങ്കിൽ മരണത്തെ സംസ്കാര ചടങ്ങിലോ ഒന്നും പങ്കെടുക്കാതിരുന്ന ആരോഗ്യമന്ത്രി വളരെ പെട്ടെന്നാണ് ഇന്ന് രാവിലെ കോട്ടയത്തെ വീട്ടിലെത്തിയത്. രാവിലെ തന്നെ ബന്ധുക്കളെ കണ്ടു മടങ്ങുകയും ചെയ്തു. എന്തായാലും മരിച്ച ബിന്ദുവിൻ്റെ മകൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ആ മകന് താൽക്കാലിക ജോലി കൊടുക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അച്ഛനും അമ്മയും പറയുന്നത് അവർക്ക് സ്ഥിര ജോലി നൽകണം. അതേപോലെ തന്നെ ബിന്ദു മരിച്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി നൽകാതെ മറ്റ് ആശുപത്രിയിൽ എവിടെയെങ്കിലും ജോലി നൽകണം. കാരണം അമ്മ മരിച്ച ആ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിന് മാനസികമായി ആ മകന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവർ മന്ത്രിയെ അറിയിച്ചത്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കാം എന്ന് പറഞ്ഞാണ് മന്ത്രി മടങ്ങിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്തു നിന്നും മിഥുൻ അയ്യപ്പൻ.